വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണ്? ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് ഫോർ ദി PSC എക്സാമിനേഷൻ. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിലേക്ക് കയറുന്നതിന് മുമ്പ് കുറച്ച് ഡെഫിനേഷൻസ് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ആ ഡെഫിനേഷൻസ് നോക്കാം എന്താണെന്ന്. മാക്രോ മോളിക്യൂൾസ് ആൻഡ് പോളിമേഴ്സ്. അപ്പോൾ ഈ മാക്രോ മോളിക്യൂൾ എന്താണ്? Macromolecules എന്താണ്? Physically large, heavy molecules formed from hundreds to thousands of atoms linked together. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന മോളിക്യൂൾസ് നമുക്ക് നോക്കാം. ഓക്സിജൻ 2 ആറ്റംസ് ആണുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് 3 ആറ്റംസ് ആണുള്ളത്. സോൾട്ട്, കോമൺ സോൾട്ട് എന്താണ്? സോഡിയം ക്ലോറൈഡ് NaCl. ഒരു സോഡിയം ആറ്റം ഉണ്ട്, ഒരു ക്ലോറിൻ ആറ്റം ഉണ്ട്. അപ്പോൾ ഈ മോളിക്യൂൾസിൽ ദി നമ്പർ ഓഫ് ആറ്റംസ് ഇസ് പ്രിറ്റി സ്മോൾ. 2, 3, 4, 5 അത്രയാണുള്ളത്. നമ്മൾ ഓർഗാനിക് മോളിക്യൂൾസ് നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എഥനോൾ നോക്കുകയാണെങ്കിൽ എന്താണ്? C2H5OH. അല്ലെങ്കിൽ നമ്മളുടെ ബ്യൂട്ടേൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളുടെ CNG കത്തിക്കുന്ന ഗ്യാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ മോളിക്യൂൾസിലും ദ നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ലോ. 10, 15, 20 മാക്സിമം ആണുള്ളത്. പക്ഷെ മാക്രോ മോളിക്യൂൾസിൽ ടെൻസ് ഓഫ് മോളിക്യൂൾസ് അല്ല, ഹൺഡ്രഡ്സ് ഓഫ് മോളിക്യൂൾസ് അല്ല, ആയിരക്കണക്കിന്, ചിലപ്പോൾ ലക്ഷക്കണക്കിന് മോളിക്യൂൾസ് ആണ് ഉണ്ടാവാൻ പോണത്. സോ ദേ ആർ ഫിസിക്കലി വെരി ലാർജ് ആൻഡ് ദേ ഹാവ് ഹൺഡ്രഡ്സ് ടു തൗസൻഡ്സ് ഓഫ് ആറ്റംസ് ലിങ്ക്ഡ് ടുഗെദർ. നമ്മളുടെ ഒരു കോമൺ മോളിക്യൂൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതാണ് ടേബിൾ ഷുഗർ. അപ്പോൾ അതിന്റെ ഫോർമുല എന്താണ്? C12H22O11. അപ്പോൾ അതിൽ വരെ ദ നമ്പർ ഓഫ് ആറ്റംസ് ഇസ് അപ്രോക്സിമേറ്റ്ലി ബിറ്റ്വീൻ 35 ആൻഡ് 50. പക്ഷേ ഈ മാക്രോ മോളിക്യൂൾസ് അത് കാണും വളരെ വളരെ വലുപ്പമുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർച്ചസ് കഴിക്കുന്നുണ്ട്. സ്റ്റാർച്ചസ് ആർ ആൻ എക്സാമ്പിൾ ഓഫ് മാക്രോ മോളിക്യൂൾസ്. ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ള ഷർട്ട് കോട്ടണിന്റെ ആണ്. കോട്ടൺ ഇസ് കമ്പോസ്ഡ് ഓഫ് സെല്ലുലോസ്. അതെന്താണ്? ഒരു മാക്രോ മോളിക്യൂൾ ആണ്. ഞാനൊരു ഡെസ്കിൽ ഈ ലാപ്ടോപ്പ് വെച്ച് ഓർക്കുന്നതാണ്. ആ ഡെസ്ക് എന്തുണ്ടാക്കിയിട്ടുള്ളതാണ്? വുഡിൽ എന്തൊക്കെയുള്ളത്? സെല്ലുലോസ് ഉണ്ട്, ലിഗ്നിൻ ഉണ്ട്. ഇത് രണ്ടും എന്താണ്? മാക്രോ മോളിക്യൂൾസ് ആണ്. അപ്പോ ഈ പോളിമേഴ്സ് എന്താണ്? നമ്മളുടെ ഈ മാക്രോ മോളിക്യൂളിന്റെ ഉള്ളിലത്തെ ഒരു കാറ്റഗറിയാണ് നമ്മൾ പോളിമർ എന്ന് പറയുന്നത്. സോ ദേ ആർ ഫോംഡ് ബൈ കെമിക്കൽ കോമ്പിനേഷൻ ഓഫ് എ ലാർജ് നമ്പർ ഓഫ് സിമ്പിൾ മോളിക്യൂൾസ് കോൾഡ് മോണോമേഴ്സ്. എന്ന് വെച്ചാൽ നമ്മളൊരു നെക്ലസ് ഉണ്ടാക്കാന്ന് വെക്കുക. അപ്പോൾ നെക്ലസ് നമ്മൾ ഉണ്ടാക്കുന്നത് ബീഡ്സിൽ നിന്നാണ്, ചെറിയ പ്ലാസ്റ്റിക് ബീഡ്സിൽ ഉണ്ടാക്കുന്നതാണ്. കുറെ സിമിലർ ബീഡ്സ് നമ്മൾ വൺ ആഫ്റ്റർ ദി അതർ ലിങ്ക് ചെയ്തിട്ടാണ് ഈ നെക്ലസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന്റെ സ്ട്രക്ചർ വളരെ നീണ്ടതാണെങ്കിലും അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിപ്പീറ്റിംഗ് സ്ട്രക്ചർ ആണ്. കുറെ ബീഡ്സ് നമ്മൾ വൺ ആഫ്റ്റർ ദി അതർ ലിങ്ക് ചെയ്തു. ഈ ബീഡ്സ് എന്താണ്? ഈ കെമിക്കലിന്റെ കേസിൽ, മാക്രോ മോളിക്യൂളിന്റെ കേസിൽ ഈ പോളിമർ ആണെങ്കിൽ ആ ബീഡ്സ് എന്താണ്? നമ്മളുടെ മോണോമേഴ്സ് ആണ്. എന്ന് വെച്ചാൽ കുറെ സിമിലർ മോളിക്യൂൾസ് എൻഡ് ടു എൻഡ് നമ്മൾ ലിങ്ക് ചെയ്തതാണ് നമ്മൾ പോളിമർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. So they can be visualized as a necklace formed by joining multiple identical beads. ഇതാണ് നമ്മൾ പോളിമർ എന്ന് പറയുന്ന ഘടകം. ബയോപോളിമേഴ്സ് എന്താണ്? നാച്ചുറൽ പോളിമേഴ്സ് ആർ ഫൗണ്ട് ഇൻസൈഡ് ലിവിംഗ് ഓർഗനിസംസ് ദാറ്റ് ഫോം ദി വെരി ബേസിസ് ഓഫ് ലൈഫ്. അപ്പോൾ നമ്മളുടെ മേജർ ആയിട്ടുള്ള നമ്മുടെ ബോഡിയിൽ കിട്ടുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? വി ഹാവ് പ്രോട്ടീൻസ്, വി ഹാവ് കാർബോഹൈഡ്രേറ്റ്സ്, വി ഹാവ് DNA, ഫോർ എക്സാമ്പിൾ ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ഇവരൊക്കെ എന്താണ്? ബയോ പോളിമേഴ്സ് എന്നാണ് ഇവരെ നമ്മൾ പറയാം. സോ ഹിയർ ആർ സം എക്സാമ്പിൾസ്. അപ്പോൾ നമ്മളുടെ ആ റിപ്പീറ്റിംഗ് യൂണിറ്റ്, ആ ചെറിയ മോളിക്യൂൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടല്ലേ ഈ പോളിമർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് നമ്മളുടെ റിപ്പീറ്റിംഗ് യൂണിറ്റ് ആണ്. അങ്ങനത്തെ ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ലാക്സ് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് നമ്മളിങ്ങനെ ലിങ്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ കിട്ടുന്നത്? നമ്മളുടെ സ്റ്റാർച്ചും സെല്ലുലോസും അങ്ങനെയാണ് കിട്ടുന്നത്. സോ ദാറ്റ് ഇസ് എ നാച്ചുറൽ ബയോപോളിമർ. അങ്ങനെ തന്നെ അമൈനോ ആസിഡ്സ് നമ്മൾ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ പ്രോട്ടീൻസ് കിട്ടും. ഐസോപ്രീൻ എന്ന് പറഞ്ഞിട്ട് ഒരു കെമിക്കൽ നമ്മൾ ലിങ്ക് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് നാച്ചുറൽ റബ്ബർ കിട്ടുന്നത്. അത് ഉണ്ടാവുന്നത് റബ്ബർ ട്രീയുടെ ഉള്ളിൽ തന്നെയാണ്, ഒരു നാച്ചുറൽ പ്രോസസ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഐസോപ്രീനും എന്താണ്? ഒരു നാച്ചുറൽ പോളിമർ ആണ്. ഓൺ ദി അതർ ഹാൻഡ് നമ്മൾ പെട്രോളിയമിൽ നിന്ന് നമ്മൾ കെമിക്കൽസ് എടുത്തിട്ട് ആ കെമിക്കൽസ് കൊണ്ട് നമ്മൾ പോളിമർ ഉണ്ടാക്കുന്നതാണ് നമ്മളുടെ പോളിത്തീൻ, പോളിപ്രോപൈലീൻ ഓർ പോളിപ്രോപ്പീൻ ഓർ പോളിസ്റ്റൈറീൻ. എന്ന് വെച്ചാൽ നമ്മളുടെ എഥീൻ എന്ന് വെച്ചാൽ എഥൈലീൻ ഗ്യാസ് നമ്മൾ പോളിമറൈസ് ചെയ്തിട്ടാണ് പോളിത്തീൻ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ പ്രൊപ്പൈലീൻ ഗ്യാസ് നമ്മൾ പോളിമറൈസ് ചെയ്തിട്ടാണ് നമ്മൾ പോളിപ്രോപ്പീൻ ഉണ്ടാക്കുന്നത്. വിനൈൽ ക്ലോറൈഡ് നമ്മൾ പോളിമറൈസ് ചെയ്യുമ്പോൾ നമുക്ക് PVC കിട്ടുന്നത്. നമ്മളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന പൈപ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്? PVC ആണ്. ഇവരൊക്കെ എന്താണ്? സിന്തറ്റിക് പോളിമേഴ്സ് ആണ്. കാരണം ഇവരുടെ സോഴ്സ് നാച്ചുറൽ അല്ലെങ്കിൽ ഒരു ലിവിങ് ഓർഗനിസം അല്ല. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പെട്രോളിയത്തിൽ നിന്നാണ് നമ്മൾ ഇതിനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദീസ് ആർ ഓൾ സിന്തറ്റിക് പോളിമേഴ്സ്.
ഫർദർ. സോ നമ്മൾ എന്താ ചെയ്തത്, അവരുടെ സോഴ്സിന്റെ ബേസിസിലാണ് നമ്മൾ ഈ പോളിമേഴ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. പക്ഷെ അവരുടെ ഫിസിക്കൽ സ്ട്രക്ചറിന്റെ ബേസിസ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് കാറ്റഗറീസ് നമുക്കുള്ളത്? ഫൈബേഴ്സ്. പോളിമേഴ്സ് ദാറ്റ് പൊസസ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് ആർ സ്യൂട്ടബിൾ ഫോർ മാനുഫാക്ചറിങ് സ്ട്രോങ് ലോങ് ത്രെഡ്സ്. അപ്പോൾ ടെൻസൈൽ സ്ട്രെങ്ത് എന്താണ്? വലിവ് എന്ന് വെച്ചാൽ ഇത് ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ഇത് നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇതിന് ആ സ്ട്രെച്ച് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്താണ്? കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഫൈബർ പോളിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോട്ടൺ നൈലോൺ ഒക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. കാരണം നമ്മൾക്ക് ഒരു നൂലുണ്ടാക്കണമെങ്കിൽ, ഒരു ത്രെഡ് ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു റോപ്പ് ഉണ്ടാക്കണമെങ്കിൽ അതിനെ പുള്ളിംഗ് ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം, വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മൾ ഈ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അങ്ങനത്തെ പോളിമേഴ്സ് നമ്മൾ ഫൈബർ ബേസ്ഡ് പോളിമേഴ്സ് എന്നാണ് പറയാ. പിന്നെ നമ്മളുടെ പ്ലാസ്റ്റിക് പോളിമേഴ്സ് ഉണ്ട്. അവരെന്താണ്? PVC, പോളിഥൈലീൻ. ഈ പോളിമേഴ്സ് നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അവരുടെ ഷേപ്പ് മാറും. നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് അവർ കൊണ്ടുവരാനും പറ്റും. അത് കാരണം നമ്മൾ ഇവരെ പ്ലാസ്റ്റിക് പോളിമേഴ്സ് എന്ന് പേര് കൊടുത്തു നോക്കുന്നത്. പിന്നെ നമ്മളുടെ റബ്ബേഴ്സ് പലതരം ഉണ്ട്. ഏറ്റവും നമ്മൾ അറിയുന്ന റബ്ബർ എന്താണ്? നാച്ചുറൽ റബ്ബർ ആണ്, ഐസോപ്രീൻ. പക്ഷേ ഈ നാച്ചുറൽ റബ്ബർ വളരെ കോസ്റ്റ്ലി ആണ്. അതിന്റെ പ്രോസസ്സിംഗ് വളരെ കോസ്റ്റ്ലി ആണ്. അതിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. കാരണം എന്താ? നമ്മളൊരു ട്രീന്നാണ് ഈ റബ്ബർ എടുക്കുന്നത്. അത് കാരണം സയന്റിസ്റ്റ് പല ഇലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്, വിച്ച് ആർ നോട്ട് നാച്ചുറൽ റബ്ബർ. അവർ നാച്ചുറൽ സോഴ്സിൽ ഉണ്ടാക്കുന്നതല്ല. അഗൈൻ അവർ പെട്രോളിയത്തിൽ ഉണ്ടാക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ നിയോപ്രീൻ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. നിയോപ്രീൻ എന്താണ്? ഇറ്റ് ഈസ് എ സിന്തറ്റിക് റബ്ബർ ദാറ്റ് ഹ്യൂമൻസ് ഹാവ് ക്രിയേറ്റഡ്. നമുക്കിനി വേറെ എക്സാമ്പിൾസ് ഇതിന്റെ കാണാൻ പറ്റും കുറച്ച് കഴിഞ്ഞാൽ. സോ നാച്ചുറൽ വേഴ്സസ് സിന്തറ്റിക് ഫൈബേഴ്സ്. അപ്പൊ ഈ ഇമേജിൽ നമുക്ക് നാച്ചുറൽ ഫൈബേഴ്സ് കാണാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? നമ്മളുടെ ഈ സ്പൈഡർ വെബ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ്? അതൊരു നാച്ചുറൽ ഫൈബർ ആണ്. എന്ന് വെച്ചാൽ ഫൈബ്രോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീനിൽ നിന്നാണ് ഈ സിൽക്ക് വെബ് ഉണ്ടായിട്ടുള്ളത്. ഓൺ ദി അതർ ഹാൻഡ് ഈ ക്ലോത്ത് ലൈൻ, ഈ തുണി തൂക്കാനായിട്ടുള്ള യൂസ് ചെയ്യുന്ന റോപ്പ് എന്താണ്? നൈലോൺ പോളിയസ്റ്റർ ആണ്. ദാറ്റ് ഇസ് എ സിന്തറ്റിക് ഫൈബർ. ഈ ടീഷർട്സ് ഇവിടെ ഇട്ടിട്ടുള്ളത് ദേ ക്യാൻ ബി കോട്ടൺ ഓർ ദേ ക്യാൻ ബി സിന്തറ്റിക് ഓൾസോ. സോ ഈ ഫോട്ടോയില് രണ്ട് കാറ്റഗറി നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. നാച്ചുറലും കാണാൻ പറ്റുന്നുണ്ട്, സിന്തറ്റിക്കും കാണാൻ പറ്റുന്നുണ്ട്. സോ നാച്ചുറൽ ഫൈബേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? വി ഹാവ് എക്സാമ്പിൾസ് ലൈക്ക് കോട്ടൺ, സിൽക്ക്, വൂൾ ആൻഡ് ജൂട്ട്. ഇതിൽ കോട്ടൺ ആൻഡ് ജൂട്ട് എന്നാണ് പ്ലാന്റ് ബേസ്ഡ് നാച്ചുറൽ ഫൈബേഴ്സ് ആണ്, നമ്മൾ ചെടികളിൽ നിന്ന് എടുക്കുന്നതാണ്. സിൽക്ക് ആൻഡ് വൂൾ ആർ ആനിമൽ ബേസ്ഡ്. അപ്പൊ വൂൾ നമ്മൾ എടുക്കുന്നത് എവിടുന്നാണ്? ചെമ്മരിയാട്, നമ്മളുടെ ഷീപ്പ് അല്ലെങ്കിൽ ഗോഡ്സിൽ നിന്നാണ് നമ്മൾ വൂൾ എടുക്കുന്നത്. പക്ഷെ സിൽക്ക് എടുക്കുന്നത് എവിടുന്നാണ്? നമ്മളുടെ സിൽക്ക് മോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസെക്ടിന്റെ ത്രൂ ആണ് നമുക്ക് ഈ സിൽക്ക് കിട്ടുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ this insect is completely dependent on humans for survival. എന്ന് വെച്ചാൽ മനുഷ്യന്മാരില്ലാണ്ട് ഈ ഇൻസെക്ടിനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ കെയറിന്റെ മേത്താണ്. അവർക്ക് തന്നെ സർവൈവ് ചെയ്യാൻ വൈൽഡിൽ പറ്റില്ല. ഒരു കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് സിൽക്ക് വൂം എന്ന് പറയുന്നത്. അതിന്റെ കൊക്കൂൺ ഇന്നാണ് നമുക്ക് ഈ സിൽക്ക് മെറ്റീരിയൽ കിട്ടുന്നത്. പിന്നെ അവരുടെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? ദേ ആർ കംഫർട്ടബിൾ ടു വെയർ. ഇടാനായിട്ട് വളരെ കംഫർട്ടബിൾ ആണ്. കാരണം എന്താ? ദേ ഹാവ് ഹൈ എയറേഷൻ. എന്ന് വെച്ചാൽ അവരുടെ ത്രൂ എയർ വളരെ ഈസിലി പാസ് ചെയ്യും. അത് മാത്രമല്ല വെള്ളം വളരെ എളുപ്പത്തിൽ വലിച്ചെടുക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ ദേഹത്തുള്ള പെർസ്പിറേഷൻ, ഈ വിയർപ്പ്, അത് വേഗം വലിച്ചെടുത്തിട്ട് അത് വാപ്പറേറ്റ് ചെയ്തത് കളയും. സോ ദേ ഫീൽ വെരി ലൈറ്റ് ആൻഡ് എയറി വെൻ യു ആർ സിറ്റിംഗ് ഇൻ എ വാം എൻവയറമെന്റ്. അപ്പൊ കേരളത്തിലൊക്കെ നോർമലി ചൂടും ഈർപ്പവും കൂടുതലായ കാരണം ഇങ്ങനത്തെ ക്ലോതിങ് ആണ് ഇവിടെ കൂടുതൽ സൂട്ടബിൾ ആയിട്ടുള്ളത്. ഡിമെറിറ്റ്സ് എന്താണ്? ദേ ആർ ലെസ് റെഡിലി അവൈലബിൾ. കാരണം ഒരു ലിവിങ് ഓർഗാനിസമിനാണ് നമ്മൾ ഈ ഫൈബേഴ്സ് എടുക്കുന്നത്. അത് കാരണം തന്നെ അവരുടെ അവൈലബിലിറ്റി കുറവാണ്. നമ്മൾ പെട്രോളിയത്തിൽ നിന്നല്ല ഇവർ ഉണ്ടാക്കുന്നത്. ഈ അവൈലബിലിറ്റി കുറവായ കാരണവും അവരുടെ എക്സ്പെൻസ് കൂടുതലാണ്, കൂടുതൽ കോസ്റ്റ്ലി ആണ്. റിങ്ക്ലിംഗ് വേഗം ഉണ്ടാവും, അവർക്ക് ചുളിവ് വേഗം വരും. അപ്പൊ പ്രസ് ചെയ്യുമ്പോഴും ചുളിവ് എളുപ്പത്തിൽ പോവില്ല. ഡ്രൈ ചെയ്യാൻ സമയം കൂടുതലെടുക്കും. ആൻഡ് ദേ ഹാവ് ലോവർ ഡ്യൂറബിലിറ്റി. എന്ന് വെച്ചാൽ കുറച്ചായിട്ട് ഇവർ ദ്രവിച്ചു പോകും. എന്ന് വെച്ചാൽ അതിലത്തെ ഫൈബേഴ്സ് ഗ്രാജുവലി എൻവയറമെന്റ് അവരെ ഡിസ്ട്രോയ് ചെയ്യും. നമ്മളൊരു കോട്ടന്റെ തുണി നമ്മൾ പുറത്ത് എറിയുകയാണെങ്കിൽ വിതിൻ എ ഫ്യൂ ഇയേഴ്സ് ഇറ്റ് വിൽ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ബാക്ക് ഇൻ ടു ദി എൻവയറമെന്റ്. സോ ദാറ്റ് ക്യാൻ ബി എ ഗുഡ് തിങ് ആൻഡ് ദാറ്റ് ക്യാൻ ബി എ ബാഡ് തിങ്. അപ്പൊ നമുക്ക് നോക്കാം വൈ ദാറ്റ് ക്യാൻ ബി എ ബാഡ് തിങ്. അപ്പോ സിന്തറ്റിക് മാൻമേഡ് ഫൈബേഴ്സ് എന്തൊക്കെയാണ്? നൈലോൺ ഇസ് എൻ എക്സാമ്പിൾ, റയോൺ ഒരു എക്സാമ്പിൾ ആണ്, ടെറിലീൻ, പോളിയസ്റ്റർ, ഇവരൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. മെറിറ്റ് എന്താണ്? ഇവർ നമ്മൾ ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ്? വി ആർ മേക്കിംഗ് ദം ഫ്രം പെട്രോളിയം പ്രോഡക്ട്സ്. അപ്പോൾ പെട്രോളിയം ഇസ് മച്ച് ചീപ്പർ ദാൻ നാച്ചുറൽ മെറ്റീരിയൽസ്. അത് കാരണം
ഈ ഫൈബേഴ്സിന്റെ കോസ്റ്റ് വളരെ കുറവാണ്. നമ്മൾ സിൽക്ക് അല്ലെങ്കിൽ കോട്ടൺ റെസ്പെക്ട് നോക്കുകയാണെങ്കിൽ നൈലോൺ ഇസ് മച്ച് ചീപ്പർ ദാൻ സിൽക്ക് ഓർ കോട്ടൺ. വളരെ ഡ്യൂറബിൾ ആണ്, നല്ല സ്ട്രെങ്ത് ഉണ്ട്, അത് എളുപ്പത്തിൽ അവർ ദ്രവിച്ചു പോവില്ല, നശിച്ചു പോവില്ല. കാരണം എന്താ, മൈക്രോ ഓർഗനിസംസ് കാൺട്ട് അറ്റാക്ക് ദം. നമ്മളുടെ കോട്ടൺ അല്ലെങ്കിൽ വൂൾ പോലെ ഒരു ഫംഗസിന് അല്ലെങ്കിൽ ഒരു ബാക്ടീരിയക്ക് ഈ മെറ്റീരിയൽസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ദേ ആർ റിങ്കിൾ ഫ്രീ, വലിയ ചുളുങ്ങുന്നവർക്ക് വരില്ല, ആൻഡ് ദേ ഡ്രൈ വെരി ക്വിക്ലി. ഇവർ വെള്ളം അബ്സോർബ് ചെയ്യില്ല, അത് കാരണം ഇവർ ഡ്രൈ വേഗം ആയിക്കോളും. പക്ഷെ ഇതേ കാര്യങ്ങൾ തന്നെ പ്രശ്നങ്ങളായി മാറാം. ദേ ക്യാൻ ഓൾസോ ടേൺ ഇൻ ടു ഡീമെറിറ്റ്സ്. കാരണം എന്താ, ദേ ഹാവ് ലോ എയറേഷൻ. അവരുടെ ത്രൂ എയർ നന്നായിട്ട് പാസ് ചെയ്യാത്ത കാരണം ഇത് ചൂട് കൂടുതൽ തോന്നും. മറ്റു കാര്യം എന്താണ്, ഇവർ വാട്ടർ അബ്സോർബ് ചെയ്യാത്ത കാരണം ഇവർ വയർപ്പ് വലിച്ചെടുക്കില്ല. സോ യു വിൽ ഫീൽ മച്ച് മോർ അൺകംഫർട്ടബിൾ ഇഫ് യു ആർ ഇൻ എ ഹ്യൂമിഡ് എൻവയറമെന്റ് വെയറിംഗ് നൈലോൺ. നല്ല ഈർപ്പം ചൂടുള്ള എൻവയറമെന്റിൽ നൈലോൺ ഇടാണെങ്കിൽ അതിന്റെ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടാവും. They are uncomfortable in hot weather for that reason, and they are highly flammable. But കോട്ടണും ഫ്ലാമബിൾ ആണ്, വൂളും ഫ്ലാമബിൾ ആണ്. പക്ഷെ പ്രോബ്ലം എന്താണ്, നൈലോൺ തീ പിടിക്കുമ്പോൾ അത് മെൽറ്റ് ആവും. പോളിസ്റ്റർ തീ പിടിക്കുമ്പോൾ അത് മെൽറ്റ് ആവും. ഈ ഹോട്ട് മോൾട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മളുടെ സ്കിന്റെ കൂടെ ഒട്ടും, ആൻഡ് ദാറ്റ് ഗ്രേറ്റ്ലി ഇൻക്രീസസ് ദി ഇഞ്ചുറി. കാരണം ഈ മോൾട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽ നന്നായിട്ട് ചൂട് നമ്മുടെ ബോഡിയിലേക്ക് അത് സെൻഡ് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ടുണ്ടാവുന്ന ബേൺ ഇഞ്ചുറീസ് വളരെ കൂടുതൽ ഡേഞ്ചറസ് ആണ്. അതും ഒരു ഇഷ്യൂ ആണ് നമ്മളുടെ ഈ മാൻ മെയ്ഡ് ഫൈബേഴ്സിന്റെ. ഇവർ തീ പിടിക്കാൻ എളുപ്പമാണ്, അത് മാത്രമല്ല തീയുടെ ചൂട് കൊണ്ട് അവർ മെൽറ്റ് ആവുന്നതും വളരെ വളരെ എളുപ്പമാണ്. കോട്ടൺ അങ്ങനെ മെൽറ്റ് ആവില്ല, കോട്ടൺ കത്തി പോവുള്ളൂ. പക്ഷെ നൈലോണൊക്കെ മെൽറ്റ് ആയിട്ട് നമ്മൾ സ്കിന്നിലേക്ക് ചേർന്നിട്ട് ആ ഇഞ്ചുറിയുടെ ചാൻസസ് കൂട്ടും. പിന്നെ വാട്ട് ആർ ദി കീ ഫൈബേഴ്സ് ദാറ്റ് വി ഹാവ് ടു റിമെമ്പർ ഫോർ പ്രിപ്പറേഷൻ. അപ്പോൾ നൈലോൺ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഏറ്റവും ആദ്യത്തെ സിന്തറ്റിക് ഫൈബർ ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അത് ഏറ്റവും ആദ്യം മാർക്ക് ചെയ്തത് എവിടെയൊക്കെയാണ്, നമ്മളുടെ ന്യൂയോർക്ക് ആൻഡ് ലണ്ടനിലാണ്. അതിൽ നിന്നാണ് ഈ നൈലോൺ എന്ന് ട്രേഡ് നെയിം ഇതിനെ കിട്ടിയത്. വേറെ ഒരു മെറ്റീരിയൽ എന്നാണ് നമ്മളുടെ റയോൺ. ഇതിന് വേറൊരു പേര് കൂടിയുണ്ട്. ഇത് നമ്മൾ ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്നും പറയും. കാരണം ആ പട്ടിന്റെ ഒരു സ്മൂത്ത്നെസ്, ഒരു ഷൈൻ ഈ മെറ്റീരിയലിനുണ്ട്. ഇതൊരു സെമി സിന്തറ്റിക് ഫൈബർ ആണ്. ഇത് ഫുള്ളി നാച്ചുറലും അല്ല, ഫുള്ളി സിന്തറ്റിക്കും അല്ല. കാരണം എന്താ, നാച്ചുറൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സെല്ലുലോസ് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് കെമിക്കലായിട്ട് അതിനെ കലക്കിയിട്ട് അതിനെ ഡിസോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റയോൺ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഹാസ് എ സ്മൂത്ത് ടെക്സ്ചർ ആൻഡ് ദ ലസ്റ്റർ ഷൈൻ ഓഫ് നാച്ചുറൽ സിൽക്ക് അറ്റ് എ ഫ്രാക്ഷൻ ഓഫ് ദ കോസ്റ്റ്. അപ്പൊ കണ്ടാൽ പട്ടിന്റെ ലുക്ക് ആണെങ്കിലും വിലകൾ പട്ടിന്റെ പോലെയല്ല. സോ ഇറ്റ് ഈസ് മച്ച് മോർ കോമൺ ആസ് എ ഡ്രസ്സിംഗ് മെറ്റീരിയൽ കമ്പയർഡ് ടു സിൽക്ക്. നെക്സ്റ്റ്, നമ്മളുടെ സിന്തറ്റിക് റബ്ബേഴ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു റബ്ബറിന്റെ ഒരു സ്കേർസിറ്റി വേൾഡിലുണ്ട്. കാരണം എന്താ, കുറെ ട്രീസിന്റെ റബ്ബർ സാപ്പ് എടുത്തിട്ട് ആ സാപ്പിനെ പ്രോസസ് ചെയ്തിട്ടാണ് നമ്മൾ നാച്ചുറൽ റബ്ബർ ഉണ്ടാക്കുന്നത്. സോ അത്ര ട്രീസ് ലോകത്തിലില്ല. അത് കാരണം റബ്ബർ, നാച്ചുറൽ ആയിട്ടുള്ള റബ്ബർ എപ്പോഴും ഒരു ലോ അവൈലബിലിറ്റിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ റിക്വയർമെന്റ് റബ്ബറിന്റെ നന്നായിട്ട് നമുക്ക് റിക്വയർമെന്റ് ഉണ്ട്. ടയേഴ്സിൽ ആവശ്യമുണ്ട്, ഫാബ്രിക്സിൽ ആവശ്യമുണ്ട്, പാഡിങ്ങിൽ ആവശ്യമുണ്ട്. ആ കാരണം കൊണ്ട് സയന്റിസ്റ്റ് എന്ത് ചെയ്തു, അവർ പെട്രോളിയത്തിൽ നിന്ന് ഈ പുതിയ പുതിയ റബ്ബർ വേരിയൻസ് അവർ ഡെവലപ്പ് ചെയ്തതാണ് നമ്മളുടെ നിയോപ്രീൻ, തിയോകോൾ, ബ്യൂണ എന്നൊക്കെ അങ്ങനത്തെ സിന്തറ്റിക് ആയിട്ടുള്ള റബ്ബേഴ്സ് ആണ്. അപ്പോൾ നമ്മളുടെ പ്ലാസ്റ്റിക്സ് നമ്മൾക്ക് രണ്ട് ഡിഫറെന്റ് ഗ്രൂപ്പ്സിലേക്ക് മാറ്റാൻ പറ്റും, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ തെർമോ പ്ലാസ്റ്റിക്സ് ഉണ്ട് ആൻഡ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ നോർമൽ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചെയർസ്, നമ്മളുടെ പ്ലാസ്റ്റിക് സഞ്ചികൾ ഉണ്ടാക്കുന്ന നിന്നാണ് അവർ തെർമോ പ്ലാസ്റ്റിക്സ് ആണ്. കാരണം എന്താ, അവരെ ചൂടാക്കുകയാണെങ്കിൽ അവർ അപ്പം തന്നെ അത് മെൽറ്റ് ആയിക്കോളും. അത് തണുപ്പിച്ച് കഴിഞ്ഞാൽ നോർമൽ പ്ലാസ്റ്റിക്കിന്റെ പ്രോപ്പർട്ടി അവർക്ക് തിരിച്ച് വരും ചെയ്യും. എന്ന് വെച്ചാൽ ദീസ് പ്ലാസ്റ്റിക്സ് ക്യാൻ ബി മെൽറ്റഡ് ഇൻ ടു വാട്ട് എവർ ഷേപ്പ് വി റിക്വയർ. അത് പലപ്പോഴും മെൽറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് അങ്ങനെയല്ല. നമ്മളൊരു ട്രേ ഉണ്ടാക്കി, ഇങ്ങനത്തെ നമ്മളുടെ ഒരു കപ്പ് ഉണ്ടാക്കി, ഇങ്ങനത്തെ ഈ ഷേപ്പ് ഇതിന്റെ ഫോമായി കഴിഞ്ഞിട്ട് ഇത് സോളിഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് റീമെൽറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ, വളരെ ഹൈ ടെമ്പറേച്ചർ കൊണ്ടുപോകുകയാണെങ്കിൽ അത് കരിഞ്ഞു പോവുള്ളൂ, അത് മെൽറ്റ് ആവില്ല. എന്ന് വെച്ചാൽ ഇവര് വേറെ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ഇവരെ ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ദാറ്റ് ഇസ് വൈ ദേ ആർ കോൾഡ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. ഇവര് ഏത് ഷേപ്പിലാണ് തണുത്ത് സെറ്റ് ആയത് ആ ഷേപ്പിലെ ഇവർക്ക് ഉണ്ടാവുള്ളൂ. ഇവർക്ക് പുതിയൊരു ഷേപ്പിലേക്ക് മാറ്റാൻ ഇവരെ പറ്റില്ല. സോ നമുക്കൊരു റിവിഷൻ നടത്താം. പ്ലാസ്റ്റിക്സ് എന്തൊക്കെയാണ്, നമ്മളുടെ തെർമോ പ്ലാസ്റ്റിക്സ് ഉണ്ട്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ഉണ്ട്. അതിൽ തെർമോ പ്ലാസ്റ്റിക്സ് കോമൺ ആയിട്ടുള്ളത് ഏതാണ്, പോളിത്തീൻ, PVC, പോളിസ്റ്റൈറീൻ. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ഇതാണ് ബാക്കലൈറ്റ് ആൻഡ് മെലമൈൻ. അപ്പോൾ നമ്മളുടെ വീട്ടിലത്തെ ക്രോക്കറി, നമ്മളുടെ ഇലക്ട്രിക്കൽ സോക്കറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന എന്തിനാണ് നമ്മൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ആണ് ഉണ്ടാക്കുന്നത്. നമ്മളുടെ നോർമൽ ഡെയിലി യൂസ് മെറ്റീരിയൽസ്, ബാഗ്സ്, ഫാബ്രിക്സ്, പൈപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന എന്തിനാണ് തെർമോ പ്ലാസ്റ്റിക് നമ്മൾ ഉണ്ടാക്കുന്നത്.
So I hope this was informative for you. Based on what we have learned, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആക്ച്വൽ PSC എക്സാംസ് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി നോക്കാം. So what is the main constituent of wool fiber? നമ്മളുടെ വൂളിലത്തെ മെയിൻ ആയിട്ടുള്ള കെമിക്കൽ ഏതാണ് ആണ് അവർ ചോദിക്കുന്നത്. സെല്ലുലോസ് ആണോ, കേസീൻ ആണോ, ഫൈബ്രോയിൻ ആണോ, അതോ കെരട്ടിൻ ആണോ? അപ്പോൾ സെല്ലുലോസ് നമുക്ക് അറിയാം, വൂൾ എന്താണ്, ഒരു പ്രോട്ടീൻ ബേസ്ഡ് ഫൈബർ ആണ്. സെല്ലുലോസ് ഒരു പ്രോട്ടീൻ അല്ല. അപ്പോൾ ഇതെന്തായാലും ആവില്ല. കേസീൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ മിൽക്കിൽ കണ്ടുപെടുന്ന പ്രോട്ടീനാണ് കേസീൻ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതും നമ്മൾ വൂളിൽ കാണില്ല. ഫൈബ്രോയിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ എന്താണ്, ഇൻസെക്ട്സും സ്പൈഡേഴ്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനാണ് അത് ഉള്ളത്. അപ്പോൾ നമുക്കത് സിൽക്കിൽ കാണാൻ പറ്റും, നമ്മളുടെ സ്പൈഡറുടെ വെബിൽ അത് കാണാൻ പറ്റും. പക്ഷെ അത് വൂളിന്റെ ഒരു പാർട്ടല്ല. വൂൾ എന്താണ്, ഒരു തരം മുടിയാണ്, ഒരു തരം ഹെയർ ആണ്. അപ്പോൾ ഹെയർ ഉണ്ടാവുന്നത് ഏത് പ്രോട്ടീനിൽ നിന്നാണ്? കെരട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീനാണ് ഹെയർ ഉണ്ടാവുന്നത്. അപ്പോൾ വൂളിന്റെയും മെയിൻ ആയിട്ടുള്ള കൺസ്റ്റിറ്റ്യൂവന്റ് എന്താണ്? കെരട്ടിൻ എന്ന് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് ക്ലാസിഫൈഡ് ആസ് എ ലീഫ് ഫൈബർ? അപ്പോൾ ഓപ്ഷൻസ് എന്താണ്? കോട്ടൺ ഫൈബർ, കോയർ ഫൈബർ, ഫ്ലാക്സ് ഫൈബർ ആൻഡ് സീസൽ ഫൈബർ. അപ്പോൾ ടു ബി ഓണസ്റ്റ് എനിക്ക് ഇതിന്റെ ആൻസർ അറിയില്ല. ഇതിൽ ഏത് ആൻസർ ആണ് കറക്റ്റ് ആൻസർ എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് തെറ്റായിട്ടുള്ള ആൻസേഴ്സ് റിമൂവ് ചെയ്യാൻ പറ്റും. അത്ര എനിക്ക് ഇൻഫർമേഷൻ ഉണ്ട്. കാരണം ഞാൻ ഇന്ന് വരെ ഇത് കേട്ടിട്ടില്ല. വാട്ടർ സീസൽ ഫൈബർ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ആ കേസിൽ നമ്മൾക്ക് ഇത് പോസിബിൾ ആവാത്ത ആൻസേഴ്സ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കോട്ടൺ ഫൈബർ എന്താണ്? നമ്മളുടെ കോട്ടൺ ഫൈബർ ഉണ്ടാവേണ്ടത് എവിടെ നിന്നാണ്? നമ്മളുടെ കോട്ടൺ പ്ലാന്റിന്റെ ബോൾ എന്ന് അത് ഉണ്ടാവേണ്ടത്. എന്ന് വെച്ചാൽ അതിന്റെ ഫ്രൂട്ടിനുള്ളിൽ നിന്നാണ് അത് നമ്മൾ എടുക്കുന്നത്. നമ്മൾ കോട്ടന്റെ ഒരു പ്ലാന്റ് മെച്യൂർ ആകുമ്പോൾ ഈ ബോൾ തുറക്കും, ഈ ഫ്രൂട്ട് തുറക്കും. അതിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ ഈ വൈറ്റ് കോട്ടൺ നിൽക്കുന്നത്. അതിനുള്ളിൽ കോട്ടന്റെ സീഡ്സും ഉണ്ടാവും. അപ്പോൾ അതൊരു ലീഫ് ഫൈബർ അല്ല. അപ്പോൾ കോട്ടൺ എന്താണ്? ഒരു ലീഫ് ഫൈബർ അല്ല. കൊയർ ഫൈബർ എന്താണ്? നമ്മളുടെ കോക്കനട്ടിന്റെ പുറത്തിലത്തെ തൊലി, അതിന്റെ ഫൈബറസ് ആയിട്ടുള്ള ചകിരിയാണ് നമ്മളുടെ കൊയർ എന്ന് പറയുന്ന സാധനം. അതും എന്താണ്? ഒരു ലീഫ് ഫൈബർ അല്ല. നമ്മൾ കോക്കനട്ടിന്റെ ലീഫിൽ നിന്നല്ല കൊയർ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഫ്ലാക്സ് ഫൈബർ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസ് ഈവൻ ബിഫോർ കോട്ടൺ ഡിസ്കവർ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മളുടെ ഫ്ലാക്സ് പ്ലാന്റ് എന്ന് പറയുന്നത്. അതിന്റെ സ്റ്റെമ്മിൽ നിന്ന്, അതിന്റെ തണ്ടിൽ നിന്ന് അവര് ഈ ഫ്ലാക്സ് ഫൈബർ എടുത്തിട്ടാണ് നമ്മളുടെ ലിനൻ എന്ന് പറഞ്ഞിട്ടുള്ള തുണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്താണ്? ഒരു സ്റ്റെം ഫൈബർ ആണ്, അതൊരു ലീഫ് ഫൈബർ അല്ല. അപ്പോൾ നമ്മൾക്ക് ഈ സീസൽ ഫൈബർ എന്താണെന്ന് അറിയണില്ലെങ്കിലും നമ്മൾക്ക് തെറ്റായിട്ടുള്ള ആൻസേഴ്സ് എലിമിനേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ ലീഫ് ഫൈബർ ഏതാണ് ആവാൻ പോണത്? ഇറ്റ് ഈസ് സീസൽ ഫൈബർ ആൻഡ് ദിസ് ഇസ് ദ സീസൽ പ്ലാന്റ്. എന്ന് വെച്ചാൽ അഗാവെ എന്നും പേര് ഇതിനെ കൊടുക്കും ഈ പ്ലാന്റിന്. ഈ പ്ലാന്റിൽ നിന്നാണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ആൽക്കഹോളിക് ഡ്രിങ്ക് ടെക്കീല ഉണ്ടാക്കുന്നത്. ഈ പ്ലാന്റിന്റെ സാപ്പിൽ നിന്നാണ്, അതിന്റെ എന്താ പറയാ ലിക്വിഡിൽ നിന്നാണ് നമ്മൾ ടെക്കീല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിക്വർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ പ്ലാന്റിൽ നിന്ന്, ഇതിന്റെ ലീഫിൽ നിന്നാണ് നമ്മൾ ഈ ലീഫ് ഫൈബർ ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രൈമറി സ്ട്രക്ചറൽ കോമ്പണന്റ് ഫൗണ്ട് ഇൻ സിൽക്ക്? അപ്പോൾ അതൊരു പ്രോട്ടീൻ ആണോ, ഒരു കാർബോഹൈഡ്രേറ്റ് ആണോ, ഒരു മിനറൽ ആണോ, ഒരു ലിപ്പിഡ് ആണോ? അപ്പോൾ ഓർമ്മ വെക്കുക, നമ്മളുടെ നാച്ചുറൽ ഫൈബേഴ്സ് ഉണ്ടാവുന്നത് ഐദർ കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലെങ്കിൽ പ്രോട്ടീൻ ആണ്. പക്ഷെ ആനിമൽ ഫൈബേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ആനിമൽസിൽ നിന്ന് എടുക്കുന്ന ഫൈബേഴ്സ് എന്താണ്? അത് എപ്പോഴും പ്രോട്ടീൻസ് ആണ്. അത് ഒരിക്കലും കാർബോഹൈഡ്രേറ്റ്സ് ആവില്ല. അപ്പോൾ പ്രോട്ടീൻ ഇസ് ദി കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മളുടെ ബേസിക്സ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വി വിൽ ബി ഏബിൾ ടു ടാക്കിൾ മോസ്റ്റ് ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ് ഫ്രോം ദി PSC എക്സാംസ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ PSCക്ക് ആയിട്ട് നമ്മളുടെ SCRT കേരള ബോർഡിന്റെ ക്ലാസ് 8ന്റെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ ഈ കണ്ടന്റ് എടുത്തത്. ആൻഡ് ആക്ച്വൽ KPSC ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്ത് നോക്കുന്നത്. സോ ഐ ഹോപ്പ് ദാറ്റ് ദിസ് വാസ് informative for you and I will see you again. Thank you.